2000-ൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ച് പിന്നീട് മലയാള സിനിമയിൽ ഒരു കൊമേഡിയനായി കരിയർ ആരംഭിക്കുകയും ഇപ്പോൾ മലയാളത്തിലെ മുൻനിര നടന്മാരിൽ ഒരാളാവുകയും ചെയ്ത നടനായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. ഇത്തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സുരാജ് ഏട്ടൻ അഭിനയിച്ച 3 കിടിലൻ ത്രില്ലർ സിനിമകൾ. ഇതിൽ മൂന്നാമതുള്ളത് 2021-ൽ പുറത്തിറങ്ങിയ കാണെ. 2021-ൽ മനു അശോകൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കാണെ. സുരാജ് ഏട്ടനും ടൊവിനോ തോമസും കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിൽ നായികമാരായി എത്തിയത് ഐശ്വര്യലക്ഷ്മിയും ശ്രുതി രാമേന്ദ്രനുമാണ്. തന്റെ മകളുടെ മരണം അപകടമോ അതോ കൊലപാതകമോ എന്ന് അന്വേഷിക്കുന്ന ഒരു അച്ഛന്റെ കഥയാണ് ഈ സിനിമ. 2021-ൽ പിറന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാണിത്. പപ്പ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? എന്നെ പറ്റിയോ നിന്നെ പറ്റിയോ? ഇതിൽ രണ്ടാമതുള്ളത് 2022-ൽ പുറത്തിറങ്ങിയ ഹെവൻ. 2022-ൽ ഉണ്ണി ഗോവിന്ദരാജ് സംവിധാനം ചെയ്ത് സുരാജ് ഏട്ടൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച സിനിമയായിരുന്നു ഇത്. CI പീറ്റർ കുരിശിക്കൽ എന്ന റോളാണ് ഈ സിനിമയിൽ സുരാജ് ഏട്ടൻ അഭിനയിച്ചത്. ഒരു കൊലക്കേസ് അന്വേഷണത്തിൽ തന്റെ മകളും കൊലപാതകരുടെ ഇരയാവുന്നത് കാണുന്നു. ആദ്യം മോഷണം എന്ന് കരുതിയ കേസ് പിന്നീട് അങ്ങോട്ട് കൊലപാതകമായി മാറുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമയാണിത്. നായകന്റെ റിവഞ്ച് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. 2022-ൽ മലയാളത്തിൽ നിന്നിറങ്ങിയ ഏറ്റവും മികച്ചൊരു ത്രില്ലർ സിനിമയാണിത്. ഏതായാലും ലളിതയുടെ ഫൈൻഡിങ്സ് കറക്റ്റാണ്. തൻ്റെ അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴ പറ്റിയിട്ടുണ്ടോ? എൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ തെറ്റായിരുന്നു സാർ. എൻ്റെ സർവീസ് റെക്കോർഡ് നോക്കി അറിയാൻ പറ്റും. ഞാൻ അന്വേഷിച്ച് തോറ്റിട്ടുള്ള കേസുകളില്ല. ഇതിലൊന്നാമതുള്ളത് 10-ാം വളവ്. അഭിലാഷ് പിള്ളയുടെ തിരക്കഥയിൽ സുരാജ് ഏട്ടൻ നായകനായി 2022-ൽ പുറത്തിറങ്ങിയ മറ്റൊരു മികച്ച ത്രില്ലർ സിനിമയാണ് 10-ാം വളവ്. സുരാജ് ഏട്ടന് പുറമെ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ദ്രജിത്താണ്. M. പത്മകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇന്ദ്രജിത്തിന്റെ പോലീസ് കഥാപാത്രത്തോട് തന്റെ ജീവിത കഥ പറയുന്നതാണ് ഈ സിനിമയുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കഥയാണ് ഈ സിനിമ. സുരാജ് ഏട്ടന്റെ 2022-ൽ പുറത്തിറങ്ങിയ മറ്റൊരു മികച്ച ത്രില്ലർ സിനിമയാണ് ഈ സിനിമ. ഒരു കേസിന്റെ ആവശ്യത്തിന് ഒരു സ്ഥലം വരെ പോവാം. സാരമില്ലേട്ടാ, എനിക്കറിയാവുന്നല്ലേ ചോദ്യത്തിർക്ക്. എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും. എന്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും. പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.